വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്നത്തെ നമ്മളെ റെസിപ്പി പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു കടുമാങ്ങ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ചോറിനാണ് മെയിൻ കോമ്പിനേഷൻ എന്ന് തന്നെ പറയാം നമുക്കിത്. പക്ഷേങ്കിൽ ഇഡ്ഡലി ആയാലും ദോശ ആയാലും അപ്പമായാലും ചപ്പാത്തി ആയാലും ഏതിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ നമുക്കിത് മെയിൻ ഡിഷായിട്ട് തന്നെ ഉപയോഗിക്കാം. ഒരു ഒഴിച്ച് കറി പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ നമ്മൾ നല്ല പുളിയുള്ളൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളിയും 2-3 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എന്ന് പറയുന്നത് 1 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുക് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ്. അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് കടുകിൻ്റെ നേരെ പകുതി എടുത്താൽ മതി, അതായത് 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഉലുവേൻ്റെ അളവ് കൂടി പോകണ്ട, അപ്പോൾ വല്ലാത്തൊരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഉലുവേൻ്റെ കളറ് ഒന്ന് മാറി വരുന്നത് വരെയും അതുപോലെ കടുക് നന്നായി പൊട്ടിത്തീരുന്നവരെയും ഇത് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ ചട്ടിയിൽ തന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഒരു അളവിലെടുക്കുന്നത്. അപ്പോൾ മാങ്ങേൻ്റെ അളവ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അളവൊന്ന് കൂട്ടി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കടുമാങ്ങ കറിക്ക് കുറച്ച് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതൊന്ന് കല്ലിലിട്ട് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ ചതക്കിയിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ പച്ചമുളകും ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, ആവശ്യത്തിനങ്ങ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു കഷ്ണം നമ്മൾ ഇട്ട് കൊടുത്ത കഷ്ണങ്ങൾ വേവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത്തിരി വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അത്യാവശ്യത്തിനൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ ഒന്ന് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യൂബ് സൈസായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെരിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഇട്ടതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാങ്ങ വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ മാങ്ങയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഗ്രേവീൻ്റെ ആ ഒരു അളവ് ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു ഒഴിച്ചെറി പോലെയാണ് കടുമാങ്ങ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഒരു വലിയ കഷ്ണം തന്നെ നമ്മളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ എടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ആ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടുകും ഉലുവയും കൂടിയും വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ല മണമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത ശർക്കരയും അതുപോലെ തന്നെ മാങ്ങേൻ്റെ നല്ല പുളിയുള്ള മാങ്ങയാണല്ലോ, അപ്പോൾ നല്ല പുളിയും മധുരവും എരിവും ഒക്കെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സമയം നോക്കിയിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഞാനൊരു ഇത്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ആ ഒരു കടുക് ഉലുവയൊക്കെ വറുത്ത് പൊടിച്ചിട്ടല്ലോ, അപ്പോൾ അതിന് ശേഷം ഒന്നും കൂടി നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ഒരു അളവിൽ കുറുകിയാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വറ്റിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു ഒഴിച്ചേറി പോലെയാണ് ഒരു കടുമാങ്ങ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങയ്ക്ക് നന്നായി വെന്തിട്ട് ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടിയും കുറുകി കിട്ടും. അതുപോലെ ഇത് ഓഫായി കഴിഞ്ഞാൽ ചട്ടിയിൽ ഇരുന്നിട്ട് വീണ്ടും കുറുകും. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ചിരവിയതുണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂണ് വറുത്തിട്ട് വെളിച്ചെണ്ണേൻ്റെ കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ച് കറിയായിട്ട് തന്നെ യൂസ് ചെയ്യാം. അതുപോലെ ഇതൊരു 3-4 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കേടാകൂല. പിന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിലൊക്കെ ആക്കിയിട്ട് ഒരു ഏകദേശം ഒരു 1-2 ആഴ്ച വരെയൊക്കെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്